കൂട്ടുകാരിയുടെ പ്രോഗ്രാമിനാണ് വന്നത്. പക്ഷേ പ്രോഗ്രാം 7 മണിക്കാണ് ഇപ്പോൾ വിളിച്ചത് പറഞ്ഞത്. നമ്മൾ സത്യം പറഞ്ഞാൽ കോട്ടയത്തായിരുന്നു ഇറങ്ങാനുള്ളത്. നമ്മൾ ബസ്സിൽ കയറി പെട്ടെന്നുള്ള വെപ്രാളത്തിൽ എറണാകുളം ബസ്സിൽ കയറിയപ്പോൾ എറണാകുളം ടിക്കറ്റ് അങ്ങ് എടുത്തു. അതിന് ശേഷമാണ് കോട്ടയത്താണ് ഇറങ്ങാറുള്ളത്. പിന്നെ നമ്മൾ എറണാകുളത്ത് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, അങ്ങനെ വന്നതാണ്. കൂട്ടുകാരി എന്നെ വിളിച്ചായിരുന്നു. അവർക്ക് 7 മണിക്കാണ് പരിപാടി. അപ്പം അതുവരെ നമുക്ക് കൂടെയൊക്കെ ഇറങ്ങിയിട്ട് പരിപാടി. ഇറങ്ങി നേരെ വന്നത് മറൈൻ ഡ്രൈവിലാണ്. ഭയങ്കര വിശപ്പടിക്കുന്നത് തന്നെയാണ്. സത്യമായിട്ട് നല്ല നല്ല മേടിച്ചാണ്. ഞാനാ രാവിലെ പോവാം. ഇവിടെ 2 മിനിറ്റ് ഇരുന്നതിന് ശേഷമാണ് അറിയുന്നത്. വിശപ്പ് മാത്രമല്ല അടിക്കുന്നത്, നല്ല വെയിലടിക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോവാം. അവിടെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. നേരെ അങ്ങോട്ട് പോവാം. എറണാകുളം റെയിൽവേ സ്റ്റേഷൻ എത്തി. അത്ര ഓടിപ്പടച്ചാണ് എത്തിയത്. ട്രെയിൻ 6:40 ഇപ്പോൾ 6:36. പെട്ടെന്ന് ട്രെയിൻ സീറ്റ് പിടിക്കണം, നമുക്ക് പരിപാടി തുടങ്ങാറായി. ട്രെയിനിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് നമ്മൾ ട്രെയിൻ പോകുന്നു. വന്ന ഉടനെ ട്രെയിൻ പോയി. 5 സെക്കൻഡ് വൈകിയതാ ട്രെയിൻ എടുത്ത്. ഇത് കാണുമ്പോൾ അറിയാലോ എത്രത്തോളം ഓടിയാ വന്നേ. ഇനി സോപ്പും കൂടെ ഇട്ടാൽ മതി. ഹലോ, ടിക്കറ്റ് ഒക്കെ എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ കയറിയായിരുന്നു. ട്രെയിൻ പോയി. ഇനി എന്തിനി പരിപാടി തുടങ്ങാറായ? ഇനി 7:45 ട്രെയിനുള്ളൂ. ഞാൻ വരും. ഞാനിവിടെ നിൽക്കുക അടുത്ത ട്രെയിനിൽ വരാൻ വേണ്ടി. ഓക്കെ, നീ തുടങ്ങുന്നതിന് മുമ്പൊന്ന് വിളിക്കണേ. ഓക്കെ. അവസാനം 7 മണി 7:30 കഴിഞ്ഞിട്ടാണ് ട്രെയിൻ വന്നത്. ഇനി ട്രെയിനിൽ നമുക്ക് കോട്ടയത്ത് പോകാൻ. തിരുനക്കര മൈതാനത്തിലാണ് ഇനി പോകാനുള്ളത്. നമ്മളിപ്പോൾ എവിടെ എത്തി? കോട്ടയത്തെത്തി. സംഭവം കയ്യിലാണെങ്കിൽ പൈസ ഇല്ല, ഗൂഗിൾ പേ ഇല്ല. ഗൂഗിൾ പേ ഓട്ടോക്കാരനോട് ഇല്ല. ഞാൻ അങ്ങോട്ട് വെച്ച് പിടിക്കുവാണ്. കമോൺ. വേറെ ഒരു വഴിയും കാണുന്നില്ല. ഇനിയിപ്പോൾ മാപ്പ് നോക്കി നടന്നു പോകും, അല്ലെങ്കിൽ ഓടിപ്പോണം. ATM കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. QR കോഡ് വെച്ച് ഒരു 2000 രൂപ കിട്ടുന്ന വഴിയുണ്ട്. അവ അങ്ങോട്ട് പോവുക. സൂപ്പർ. ഇനിയിപ്പോൾ പൈസ എടുക്കാൻ പറ്റില്ല, ഓടി പോകാൻ. ഞാനിപ്പോൾ വിളിച്ചായിരുന്നു. പരിപാടി തുടങ്ങാൻ ഇനി 2 മണിക്കൂറുണ്ട്. നമുക്ക് ചായ കുടിച്ചാലോ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ഞാൻ അറിഞ്ഞില്ല. ഈ 4 മണിക്ക് ബൈക്കിലെല്ലാം വന്നാൽ മതിയായിരുന്നു. ഇത് അവിടുന്ന് 10 മണിക്കാണ് ഇറങ്ങിയതാണ്. ടിക്കറ്റ് എടുത്ത മാറിപ്പോയി. എറണാകുളത്തും പോയി, അവിടെയും ഇറങ്ങിയിട്ട് വന്നപ്പോൾ ലേറ്റായി. കുഴപ്പമില്ല, സമയമുണ്ട്. എത്താറായി. അവസാനം നമ്മളൊരു SBI ATM കണ്ടെത്തി. മേ ബി ഇതിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റും. QR കോഡ് വെച്ച് പൈസ വിട്ടുതരാൻ പറ്റും. UPI വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എത്ര നേരം കൂടി ഇത് ഇച്ചിരി AC കൊള്ളാം. മിഷൻ ഫെയിലായിരിക്കുന്നു. അക്കൗണ്ടിൽ 2500 ഉള്ളൂ. 2000 EMI പൈസയാണ്. അത് അക്കൗണ്ട് ഇല്ലെങ്കിൽ പണി പാളും. ഇനിയിപ്പോൾ വല്ല കടയിലെ പോയി എന്തെങ്കിലും മേടിച്ചിട്ട് കൂട്ടി വെച്ചിട്ട് അവരെ മേടിക്കാനേ പറ്റും. ഇനിയിപ്പോൾ കുറച്ച് അടുത്ത വെള്ളം കൂടെ കുടിച്ചിട്ട് അടുത്ത ഓട്ടം തുടങ്ങാം. കഴിച്ച കടയിൽ നിന്ന് തന്നെ 200 രൂപ അധികം മേടിച്ച് അങ്ങനെ 200 രൂപ ആയി. ഇനി എവിടെയെന്ന് വെച്ചാൽ പോവാം.
ഏതാണ്ട് എത്താറായി. ഇനി 800 മീറ്ററും കൂടെ ഉള്ളൂ. രാത്രി നല്ല ക്രൗഡുണ്ട്. പിള്ളേരെല്ലാം കോളേജിനകത്ത് മാത്രമല്ല പുറത്തും ഉണ്ട്. അവസാനം കോളേജിനകത്തെത്തി നല്ല ക്രൗഡാണ്. നല്ല ക്രൗഡായിരുന്നു. അപ്പുറത്ത് നല്ല പരിപാടിയും DJയും ബഹളമായി. ഗ്രൗണ്ടിൽ എല്ലാവരും വട്ടം കൂടി ക്യാമ്പ് ഫയർ. വീണ്ടും പെട്ട്. നമ്മൾ കയറി ചെന്ന കോളേജിലല്ലായിരുന്നു പരിപാടി. ആ സ്ഥലത്ത് അടുത്തടുത്തായിട്ട് 2 പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കയറി ചെന്നിടം CMS കോളേജായിരുന്നു. അവിടെ ഭയങ്കര പരിപാടിയും ബഹളമായിരുന്നു. പക്ഷേ ഒപ്പന മാത്രം ഇല്ലായിരുന്നു. അങ്ങനെ സംശയം തെറ്റിയാണ് അവൾ വിളിച്ചത്. അവൾ പറയുന്നത് അവിടെയല്ല, വേറൊരു സ്ഥലത്താണ്. അപ്പോൾ നേരെ അവിടെ നമ്മൾ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഫുള്ള് ഒപ്പന ടീംസായിരുന്നു. അങ്ങനെ സമാധാനത്തോടെ അതിനകത്തോട്ടങ്ങ് കയറി. വീണ്ടും ട്വിസ്റ്റാണ്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അവരെ പരിപാടി 2 മണിയൊക്കെ ആവും രാത്രി. ആ സ്ഥലത്ത് തന്നെ അനിയത്തിയും ഉമ്മായൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ അവിടെ ചെന്നിട്ട് അനിയത്തിനെയും പൊക്കിക്കൊണ്ട് വന്ന് ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലെ കസേരയിൽ ഇട്ട് ഒപ്പന ടീംസിൻ്റെ പരിപാടിയും കണ്ട് സംസാരിച്ചിരുന്നു. കൂട്ടുകാരിയുടെ പേര് ഷഹനയുടെ അനിയത്തിയാണ് ഇത് ആസിയും ഞാൻ അവിടെ സംസാരിച്ചിരുന്നപ്പോഴാണ് ഇത്രയും ബഹളത്തിൻ്റെ ഇടയിൽ ആ സംസാരം പോലും ഞാൻ കേൾക്കുന്നില്ല. പക്ഷേ എൻ്റെ കൂടെ വന്നവൻ ചുറ്റുമുള്ളതൊന്നും അറിയാതെ കിടന്ന് ഒറ്റ ഉറക്കം. അങ്ങനെ നീണ്ട മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം അവർ വന്നു. ശരിക്കും ഇത് ആഗ്രഹത്തിൻ്റെ പുറത്ത് കളിക്കുന്ന കളിയാണ്. സത്യം പറഞ്ഞാൽ അവൾക്ക് കാല് വയ്യ, കാലിൽ നീരായിട്ടാണ് അവൾ കളിക്കുന്നത്. കാല് തറയെ തൊടാൻ തന്നെ വേദനയുണ്ട്. എന്നാലും അതെല്ലാം സഹിച്ചവൾ ആഗ്രഹത്തിൻ്റെ പേരിൽ കളിക്കുന്നതാണ്. ഇപ്പോൾ എനിക്ക് ശേഷം മസിൽ പെയിൻ കൂടി കാല് ഭയങ്കര വേദന, തറയെ തൊടാൻ വയ്യാതെ അവൾ കൊന്തി കസേരയിൽ വന്നിരുന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സീനൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. വീഡിയോ എടുക്കാത്തതിൻ്റെ വിഷമമൊന്നും ഇല്ല. മസിൽ പെയിൻ കൂടിയാണ് കരഞ്ഞെങ്കിലും ഞാനതൊരു സന്തോഷ കണ്ണീരായിട്ടാണ് കണ്ടത്. സംഭവം ഒപ്പന കളിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അതങ്ങ് സഫലമായല്ല. ഇനിയിപ്പോൾ വീട്ടിൽ റെസ്റ്റ് എടുത്തങ്ങി ഇരിക്കുക. അവൾക്ക് വേദന സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിലൊക്കെ കൂട്ടായി ഒരുപാട് ഒപ്പന ടീംസ് ഉണ്ടായിരുന്നു. എല്ലാവരെയും കാല് പെയിനായിട്ട് അവിടെ തന്നെ ആയിരുന്നു. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ തന്നെ ആയിരുന്നു. അതാണ് ഷഹനയുടെ ഉമ്മായും കൊച്ചാപ്പായും അനിയത്തിയും. അതിനുശേഷം നമ്മൾ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി. ഷഹനായ അടുത്ത് പറയാൻ പറ്റിയില്ല. ഷഹനായ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു ആ സമയത്ത്. അങ്ങനെ അവിടുന്ന് തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ വന്ന് അങ്ങനെ തിരുവനന്തപുരം ബസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനകത്ത് കയറി ട്രെയിനിൽ പോകാനായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ ട്രെയിനിൽ പോയാൽ വീണ്ടും വീടെത്താൻ വേണ്ടി 50 കിലോമീറ്റർ അടുത്ത ബസ് കയറണം. അപ്പോൾ ഇതാകുമ്പോൾ വീടിൻ്റെ തൊട്ടടുത്ത് കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ കയറുന്നതാണ് എളുപ്പം. അങ്ങനെയാണ് ബസ് ചൂസ് ചെയ്തത്. എൻ്റെ കയ്യിലല്ലായിരുന്നു പൈസ, ഗൂഗിൾ പേയിലായിരുന്നു. എല്ലായിടത്തും ചെന്ന് ചോദിച്ച് ഗൂഗിൾ പേ പൈസ ഇട്ട് തന്നാൽ കൈ തരുമോ എന്നപ്പോൾ ആരും ഇട്ട് തന്നില്ല. എൻ്റെ നെയ്ക്കാട്ടി കഷ്ടമാണ് ഇപ്പം ഗൂഗിൾ പേ പൈസ ഇട്ട് കൊടുത്തിട്ട് മേടിക്കുന്നത്. ആരും തന്നില്ല. പിന്നെ മനസ്സുള്ള ആരെങ്കിലൊക്കെ തരും. അങ്ങനെ ഒരു ലോട്ടറി കടയിൽ ചേട്ടൻ പൈസ തന്നു. ഇപ്പോൾ ബസ്സിൽ പോകാൻ വേണ്ടി നിൽക്കുക. ഓക്കെ. സമയം 6:26. ഇപ്പോഴാണ് 5:00 അവിടുന്ന് 3:40 നമ്മൾ ബസ്സിൽ കയറിയത്. ഇതിൽ ഒപ്പന കളിച്ച് ലാസ്റ്റ് അവൾക്ക് കാലിന് മസിൽ പിടിച്ച് അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ കുറച്ച് നേരം കൊണ്ട് അവിടെ നിന്നിട്ട് നമ്മളപ്പോഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ ഇന്ന് അറിയാൻ പറ്റും എന്തായാലും കുഴപ്പമുണ്ടോ എന്ന്. ഇതിന് നമ്മൾ 5:00. അതും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുവാണ്. അപ്പോൾ എനിക്കറിയാം ഒരുപാട് പോരായ്മകളുള്ള വീഡിയോയാണ്. എന്നാലും കോമഡി ഉണ്ട്, ട്വിസ്റ്റ് ഉണ്ട്, മണ്ടത്തരങ്ങൾ ഒരുപാടുണ്ട്. ഇതൊരു സ്റ്റാർട്ടിങ് ആണ്. അടുത്തത് നമ്മൾ ഇതിനും ബെറ്ററായിട്ട് അടുത്ത വ്ളോഗ് വരും. ഓക്കെ, ബൈ.